മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അതൃപ്തിയിൽ ഉറച്ച അബ്ദുറഹ്മാൻ രണ്ടത്താണി തന്റെ കാര്യങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ താൻ തന്നെ പറയും. CPM പൊളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ നല്ല വാക്കുകൾക്ക് നന്ദിയെന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു. നല്ല വാക്കുകൾക്ക് നന്ദി. ഞാൻ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ആളാണെന്ന നല്ല വാക്കുകൾക്ക് നന്ദി. CPM-ന്റെ പാർട്ടി കാര്യങ്ങൾ അവരല്ലേ പറയുക. ഞാൻ ആ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. അല്ല, അവരുടെ കാര്യം അവർ പറയട്ടെ, ഞാനിങ്ങനെ പ്രതികരിക്കുന്നില്ല. ഗോകുൽ K. വേണുഗോപാൽ, ഗോകുൽ ഇപ്പോഴും അദ്ദേഹം ഈ ഒരു മത്സര സാധ്യത അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നില്ല എന്നുള്ളത് എത്രത്തോളം ശ്രദ്ധേയമാണ്? അല്ല, അത് തന്നെയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം. CPM എന്തായാലും അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് സ്വാഗതമാണ്. പക്ഷേ അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. താൻ മുസ്ലിം ലീഗിന്റെ ആശയം മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന അത് മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ആശയാദർശങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൽ നിന്നൊരു മറുപടിക്ക് വേണ്ടിയിട്ടാണ് CPM നേതൃത്വം കാത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം അതാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തനിക്കുണ്ടായ അതൃപ്തി. ആ അതൃപ്തിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ CPM-മായി ബന്ധപ്പെടുന്നുണ്ടോ, അതിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം അദ്ദേഹം തള്ളുന്നില്ല ഈ ഘട്ടത്തിലും എന്നുള്ളതാണ് വളരെ പ്രധാനം. നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം അത് അനുകൂലമാക്കി മാറ്റാൻ CPM ശ്രമിക്കും എന്നതാണ് PV അംഗം A. വിജയരാഘവൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.